അങ്ങനെ കേരളം സമ്പൂർണ്ണ സാക്ഷരരായി. എങ്ങനെയാണെന്നറിയാവോ? വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്ന പരിഷ്കാരങ്ങൾ വേണമെന്നൊരു മതവിഭാഗം, വേണ്ടെന്നൊരു മതവിഭാഗം, വേറൊരു മതവിഭാഗത്തിൻ്റെ പത്രം മുഖപത്രം എഴുതുന്നു, എന്താണ് എഡിറ്റോറിയൽ എഴുതുന്നു. ജഗപുക. സമയം, ഓണത്തിൻ്റെ സമയം കുറയ്ക്കണം, ക്രിസ്മസിൻ്റെ സമയം കുറയ്ക്കണം എന്നാണ് നമ്മുടെ സമസ്തയുടെ നേതാവിൻ്റെ ഡിമാൻഡ്. രാവിലെയും വൈകുന്നേരവും 15 മിനിറ്റ് വീതം കൂട്ടാനുള്ള കാര്യവും കുറയ്ക്കണം, മദ്രസയിൽ പഠിക്കണം. ഉടൻ തന്നെ ഇതിൽ വീഴരുത് എന്ന് പറഞ്ഞ് കാസ രംഗത്ത് വന്നു. ക്രിസ്ത്യൻ ഓർഗനൈസേഷൻകാർ കാസ രംഗത്ത് വന്നു. ഉടനെ തന്നെ വീണ്ടും അടുത്ത് കത്തോലിക്കക്കാരുടെ പത്രമായിട്ടുള്ള ദീപിക, കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക ഇന്നലെ ഇത് എഴുതിയിരിക്കുന്നു, നമ്മുടെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ നല്ല രസമാണ് കേരളത്തിലെ നിയമങ്ങൾ വരുന്നതും നിർത്തുന്നതും. കുറച്ച് പേർക്ക് വേണം, കുറച്ച് പേർക്ക് വേണ്ട, കുറച്ച് പേർക്ക് വേണ്ടണം. ഇതെന്തൊരു നാടാണ്! യാതൊരു ഹോംവർക്കുമില്ലാതെ, ചർച്ചയുമില്ലാതെ, ബന്ധപ്പെട്ട ആരെയാണ് അവരെയൊന്നും ബോധ്യപ്പെടുത്താതെ എല്ലാ തരത്തിലും നിയമങ്ങൾ കൊണ്ടുവരും. നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അത് പിൻവലിക്കും. പിൻവലിക്കുമ്പോൾ വിവാദങ്ങളാകും. കൊണ്ടുവരുമ്പോൾ ഒരു വിവാദം, പിൻവലിക്കുമ്പോൾ വേറൊരു വിഭാഗം. ഇപ്പോൾ ഒരു വിഭാഗം പറയുന്നത് കൊണ്ടുവരുന്നത് പിൻവലിക്കണം, ഉടനെ വേറൊരു വിഭാഗം പറയുന്നത് പിൻവലിക്കരുത്. അപ്പോൾ ഇപ്പോൾ കത്തോലിക്ക സഭ പറയുന്നത് ഗവൺമെൻറ് കേൾക്കണോ? കാസ പറയുന്നത് കേൾക്കണോ? സമസ്ത പറയുന്നത് കേൾക്കണോ? എല്ലാം വോട്ട് ബാങ്കുകളായി നിൽക്കുമ്പോൾ വല്ലാതെ പ്രതിസന്ധിയിലാണ് ഗവൺമെൻറ്. എന്തൊരു നാടാണിത്! എല്ലാം വിവാദമാണല്ലോ. എല്ലാ നാട്ടിലും, ഈ കേരളം ഒഴിച്ചുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഇത്തരത്തിൽ നിയമങ്ങൾ വരാറുണ്ട്, കർശനമായ നിയമങ്ങൾ വരാറുണ്ട്. പക്ഷേ അവിടെയൊന്നും ഇതുപോലെ ആരും ഇങ്ങനെ കിടന്ന് തെരുവിലിട്ട് അലക്കാറില്ല. നമ്മുടെ നാട്ടിലാണ് ഇതെല്ലാം തെരുവിലലക്കുന്നൊരു സംവിധാനം വന്നിരിക്കുന്നത്. പത്രങ്ങളിൽ, എഡിറ്റോറിയലിൽ, ഫേസ്ബുക്കിൽ, പ്രസ്താവനകളിൽ ഇങ്ങനെ വന്ന് ഇപ്പോൾ ഓണത്തിൻ്റെ അവധി കുറയ്ക്കണമെന്നുള്ള നിലയിലേക്ക് സമസ്തക്കാർ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഹിന്ദുക്കൾ കൊണ്ടിളകാൻ സാധ്യതയുണ്ട്. ഓണം എല്ലാവരുടേതാണ്, എങ്കിലും പ്രധാനമായി ഹിന്ദുക്കളാണ് കൂടുതൽ ആഘോഷിക്കുന്നത്, അതുകൊണ്ട് അവരിളവാൻ സാധ്യതയുണ്ട്. ക്രിസ്മസിൻ്റെ ഡേറ്റ് കുറയ്ക്കണം, സമയം കുറയ്ക്കണം എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ആളുകൾ ക്രിസ്ത്യാനികൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ കേരളം അടിപൊളി. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിലുമില്ല, ഇൻസ്റ്റിറ്റ്യൂഷനലിസമില്ല, സിസ്റ്റവുമില്ല, ഭരണവുമില്ല. നമുക്ക് കുറച്ച് പേർക്ക് സൂമ്പ കളിക്കുക, കുറച്ച് പേർക്ക് ഭാരതാംബ കളിക്കാം, കുറച്ച് പേർക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ കളിക്കാം. അങ്ങനെ നമുക്ക് വിവാദങ്ങളുടെ സ്വന്തം നാടാക്കി കേരളത്തെ കൊണ്ടുപോകാം. വികസനമൊക്കെ അവിടെ നിൽക്കട്ടെ. ദൈവത്തിൻ്റെ സ്വന്തം നാട് വിവാദങ്ങളുടെ സ്വന്തം നാടാക്കി നമുക്ക് മനോഹരമായി കൊണ്ടുപോകാം. അതിലൊരു ആനന്ദമുണ്ട്. കാര്യം എവിടെയെങ്കിലും ഇരുന്നൊരു പ്രസ്താവന നടത്തിയാൽ മതി, ഫേസ്ബുക്കിൽ തള്ളിമറിച്ചാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എക്സിലോ ഒക്കെ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ മതി. സുഖമായിട്ട് സമൂഹം അതിൽ കൊത്തിപ്പിടിച്ച് അവർ ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ പേരിൽ തമ്മിലടിച്ചോളും. നമുക്ക് സുഖമായി സസുഖം വാഴാം. റോമാ സാമ്രാജ്യം കത്തിയെറിഞ്ഞപ്പോൾ റോമാ സാമ്രാജ്യം കത്തിയെറിഞ്ഞപ്പോൾ ചക്രവർത്തി വീണ വായിച്ചു എന്ന് പറഞ്ഞതുപോലെ നമുക്കിവിടെ കുറേ വീണകൾ വാങ്ങാം. അത് നമുക്ക് വായിച്ച് വളരെ സന്തോഷിച്ചിരിക്കാം. എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാം. നല്ല ഇടയ്ക്കിടയ്ക്ക് ഹർത്താൽ നടത്തുക, ബന്ദ് നടത്തുക, വീടുകളിൽ തങ്ങി ചിക്കനും കുപ്പിയൊക്കെ എടുത്ത് എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ചില തള്ളുകൾ കൊണ്ടുവരാം. ഗവൺമെൻറ് തന്നെ യാതൊരു ഗ്രഹപാഠവും ചെയ്യാതെ ആദ്യം കുറേ കാര്യങ്ങൾ കൊണ്ടുവരിക. ബാക്കിയുള്ള നമ്മുടെ മതവർഗ സംഘടനകളും മാധ്യമങ്ങളും തീർച്ചയായും അത് ഏറ്റെടുക്കും. ഗവൺമെൻറ്റിന് അത് ഉറപ്പിക്കാം.